ഈ സിനിമാറ്റോഗ്രാഫർ മാത്രമായിട്ടുള്ള ഓഫേഴ്സ് വന്നിട്ടുണ്ടാവില്ല കിഷ്കിന്താണ്ടം കഴിഞ്ഞിട്ട്, അതൊക്കെ എങ്ങനെ ടേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഒന്നും. കാരണം ഇത് കിഷ്കിന്താണ്ടം ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഒരു പടം. നിഞ്ചിതേട്ടൻ്റെ തന്നെ കിഷ്കിന്താണ്ടം സെയിം ടീമിൻ്റെ സന്ദീപ് പ്രദീപ് നായകനായിരുന്നൊരു പടം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഷൂട്ട് കഴിഞ്ഞ് ഞങ്ങൾ എത്തിയതുള്ളൂ. അപ്പോൾ ആ കിഷ്കിന്താണ്ടത്തിന് ശേഷം എന്തായാലും അതാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഞങ്ങൾ അതിൽ നിൽക്കുകയായിരുന്നു. കിഷ്കിന്താണ്ടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ വർക്കിലേക്ക് തുടങ്ങാൻ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ നിൽക്കുന്നത്. സോ അതുള്ളത് കൊണ്ട് എന്തായാലും വേറെ പടങ്ങൾ എടുക്കാൻ ചെയ്യാൻ ഉള്ളൊരു ഇത് അടുത്തായിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുന്നതുകൊണ്ട് വേറെ ഡ്രാമ സീരിയസ് ആണ്, സീരിയസ് ഡ്രാമ. ഇത് രണ്ടുപോലെയല്ല, നോക്കാം. ഈ പടക്കൾ ഇറങ്ങി കഴിഞ്ഞപ്പോ സന്ദീപിനെ കുറിച്ചിട്ട് ആളുകൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട് ആസ് എ ഹീറോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എങ്ങനെയാണ് പുള്ളിയുടെ ഗ്രോത്ത് എന്നുള്ളത് ഫ്രം ഈ പറഞ്ഞ 18-ാം പടി തൊട്ട് ഇത്രയും വർഷം ഫാലിമി, അങ്ങനെ സന്ദീപിൽ കണ്ടൊരു ഫാക്ടർ എന്തായിരുന്നു അത് നായകൻ എന്ന ഇതിലേക്ക്? അങ്ങനെ ഭയങ്കര സമഗ്രമായിട്ടൊന്നും അറിയിക്കാനുള്ള പ്രായവും വലിപ്പമൊന്നും ഇരിക്കുന്നില്ല. ഞാനും സന്ധ്യയൊക്കെ ഒരേ പ്രായം തന്നെയാണ് ഏകദേശമൊക്കെ. എനിക്ക് അന്താക്ഷരി സിനിമ കണ്ടപ്പോഴാണ് ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്തതിൻ്റെ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ആ സമയത്ത് ചെയ്ത് തന്നെയാണ്. അപ്പോൾ അന്താക്ഷരി അതിന് മുന്നേ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്താക്ഷരിയിൽ സന്ദീപിനെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനൊരു സന്ദീപിൻ്റെ അടുത്ത് ക്ലാരിറ്റി ചെയ്തു. അന്താക്ഷരി കണ്ടിട്ടാണ് ഞാൻ സന്ദീപിൻ്റെ അടുത്ത് ഞങ്ങളുടെ പാക്കപ്പ് ദിവസം പറഞ്ഞിരുന്നു. അന്താക്ഷരിയിലെ സന്ദീപ് ഭയങ്കര റെസ്ട്രെയിൻഡ് ആയിട്ടുള്ള പെർഫോമൻസ്, ഭയങ്കര പക്വത, ഭയങ്കര അളന്നു മുറിച്ച് ഭയങ്കര നുവാൻസ്ഡ് ആയിട്ട് തോന്നി ഈ പെർഫോമൻസ്. നുവാൻസ്ഡ് എന്നുള്ളതിന് തന്നെ വാക്ക്. അപ്പോൾ ആ സന്ദീപ് ചെയ്ത് കഴിഞ്ഞാൽ നന്നാവുമായിരിക്കുമല്ലോ, നല്ലതായിരിക്കുമല്ലോ എന്ന് പറയുന്നൊരു ആഗ്രഹം തോന്നി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചൊക്കെ നോക്കിയായിരുന്നു ബന്ധപ്പെട്ട ആൾക്കാർ. ഞാൻ മാത്രം അങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പ്രൊജക്ട് വയബിലിറ്റി, പ്രാക്ടിക്കൽ വയബിലിറ്റി എന്നൊക്കെ പറഞ്ഞൊരു ഇത് പാരാമീറ്റേഴ്സും കൂടെ ഉള്ളതുകൊണ്ട് ഞാനത് പിച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് അതിനൊരു വയബിലിറ്റി നോക്കിയിട്ട് ചില ആൾക്കാർക്ക് ചില കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷേ കിഷ്കിന്താണ്ടം ഒന്ന് കിഷ്കിന്താണ്ടം സ്റ്റഡി ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു കോൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കും തിഞ്ചുവേട്ടനും കിട്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ സന്ദീപിനെ വെച്ച് തന്നെ സന്ദീപ് ചെയ്ത തന്നെ സിനിമയ്ക്ക് സന്ദീപ് കറക്റ്റാണ്, ആ കഥയ്ക്ക് സന്ദീപ് കറക്റ്റാണ്, സന്ദീപിൻ്റെ പെർഫോമൻസും ആൻഡ്രസും എല്ലാം കറക്റ്റായിരിക്കും എന്നുള്ളൊരു ബോധ്യത്തിൽ ബാക്കി നമ്മളൊന്നും ബോദർ ചെയ്യുന്നില്ല, നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ പോകുന്നു. ഭാഗ്യവശാൽ അതിൻ്റെ പിന്നാലെ നമ്മൾ സന്ദീപിൻ്റെ അടുത്ത് കഥയും പറഞ്ഞ് കമ്മിറ്റും ചെയ്ത് നമ്മൾ റെക്കി പരിപാടികളൊക്കെ ലൊക്കേഷൻ കാര്യങ്ങൾ എല്ലാം നടക്കുന്നു. പ്രൊഡക്ഷൻ അതിൻ്റെ പാചകത്തിലേക്ക് കിടക്കുമ്പോഴത്തേക്കും ജിംഖാന വരുന്നു. ജിംഖാനയിൽ നല്ല അപ്രീസിയേഷൻ വരുന്നു. ഞങ്ങൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പടക്കളം റിലീസാകുന്നത്. അത് വലിയ രീതിയിൽ പോകുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. സന്ദീപ് അത്രയും വലിയ ലെവലിൽ അത് പോകുന്നുള്ള ഉറപ്പായിരുന്നു, 100% ഉറപ്പായിരുന്നു. അതിനുള്ള മെറ്റീരിയൽ, അതിനുള്ള ഫയർ ഉണ്ട്. അന്നും ആ കമ്മിറ്റ് ചെയ്യുമ്പോഴും ആ ഒരു ഫയർ കണ്ടിട്ട് തന്നെയാണ്. ഉറപ്പായിട്ടും ഞാൻ ഈ അന്താക്ഷരി കണ്ടിട്ട് എൻ്റെ ഏട്ടൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ചോദിച്ചു, ഏട്ടന് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഷൂട്ട് കഴിഞ്ഞതിൻ്റെ. അപ്പോൾ ഈ സന്ദീപ് ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഏട്ടൻ വെച്ചപ്പോൾ അവൻ അടിപൊളിയാണ്, അവൻ്റെ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഉണ്ട്, അത് നീ കണ്ടിട്ടില്ലേ എന്ന് വെച്ചിട്ട് പുള്ളി എനിക്ക് കുറേ ഷോർട്ട് ഫിലിം ലിങ്ക് ഒക്കെ അയച്ചു തന്നു. ബിനേഷ് ഏട്ടൻ, റൂംമേറ്റ്, വേറെ എന്തൊക്കെയോ പേരുകൾ രണ്ടും കുറേ കണ്ടായിരുന്നു. അപ്പോൾ നല്ല റേഞ്ച്, ഭയങ്കര വേഴ്സറ്റൈലിറ്റി, നല്ല ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ എന്തിനും പറ്റുന്ന ഒരാളാണ് എന്നുള്ളത്. പിന്നെ അത് തന്നെ അപ്പോൾ തന്നെ നമുക്ക് നല്ല കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് എനിക്ക് വേറെ ആളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതായിരുന്നു അപ്പോൾ മുന്നിലുള്ള ചലഞ്ച്. അപ്പോൾ അത് വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും അവരുടേതായിട്ടുള്ള മേഖലയിലുള്ള കൺസേണുകൾ ഉണ്ടാവും. ഒരു വലിയൊരു കോൾ ഉണ്ടല്ലോ, കാരണം റൈറ്റ് ആഫ്റ്റർ കിഷ്കിന്താണ്ടം ഒരുപാട് ഡോസ് ഓപ്പൺ ആയിരിക്കും. അപ്പം ശരിക്കും നിങ്ങൾ എടുക്കുമ്പോൾ ഭയങ്കര വലിയ കോളാണ്, ദിനത്തേട്ടൻ എടുക്കുന്നതും ഭയങ്കര വലിയ കോള് കൂടെയാണ്. ആസിഫിക്ക് എന്താ പറഞ്ഞത് ആഫ്റ്റർ ഓൾ സക്സസ് ഓഫ് കിഷ്കിന്താണ്ടം? ആസിഫൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇനി എപ്പോഴും നമുക്ക് ചെയ്യാം, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ, നല്ലൊരു പരിപാടിയായിട്ട് പറ്റട്ടെ, നമുക്ക് വീണ്ടും ഒന്ന് ചെയ്യണം, നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ആഗ്രഹം ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ വെരി ഹാപ്പി. ഇനിയിപ്പോൾ വരാൻ റിലീസ് ചെയ്യാനിരിക്കുന്നത് അപ്പാർട്ട് ഫ്രം ഇത് ഏതാണല്ലേ? അത് തന്നെ ഉള്ളൂ. ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞ പടത്തിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. അതാണ് ഇനി റിലീസിലേക്ക്, അതാണ് ഇനി എത്തേണ്ടത്. ഒരു റൊമാൻസ്, ഒരു കോമഡി അതൊക്കെ എഴുതണം എന്നുള്ളത് ഏതൊരു ഡയറക്ടറിന്റെ ഒരു ആഗ്രഹം, ഒരു റൈറ്ററിന്റെ ഒക്കെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ഡയറക്ടോറിയൽ ഡെബ്യൂ, അത് രണ്ടുണ്ടോ മനസ്സിൽ? എനിക്കാണ് വലിയ ആംബിഷൻസോ ലോങ് ടേം പ്ലാൻസോ ഒന്നുമില്ല. ഗോയിങ് വിത്ത് ദ ഫ്ലോ ആണ്. അപ്പം തോന്നുന്നത് എന്താണോ അത് ചെയ്യുക. അത് ജോണറായാലും എന്തായാലും. അപ്പം ആ സമയത്ത് നമുക്ക് തോന്നുന്നൊരു ഐഡിയ എന്താണോ
അതും പലപ്പോഴും ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ വലിയ സ്റ്റോറി ഐഡിയ ഒന്നും ഉണ്ടാവാറില്ല. അത് ആകെ മൊത്തത്തിൽ ഇത് ഇന്ന ജോണറാണ്, ഇന്ന കഥയാണെന്നുള്ള രീതിയിലേക്കുള്ളൊരു ഐഡിയ ഒന്നും ഉണ്ടാവാറില്ല. ഒരു 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 തോന്നൽ തോന്നും, ആ തോന്നലൊന്ന് പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്ത് വെച്ചേക്കാന്നുള്ള രീതിയിലാണ് അതൊരു സീനാവുന്നത്. പിന്നെ ആ സീനിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കിഷ്കിന്ത ആണ്ടൊന്ന് ഇറങ്ങണ, അല്ല എഴുതി തുടങ്ങണ ഫസ്റ്റ് സീൻ എഴുതി തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ജോണർ അതാണ് എന്നുള്ളതൊന്നും യാതൊരു ഐഡിയ ഇല്ല. അത് ഏത് പോലീസ് സ്റ്റേഷനിൽ ഗൺ സറണ്ടർ ചെയ്യാൻ വരുന്ന സീൻ. ആരോ ഒരാൾ സറണ്ടർ ചെയ്യാൻ വരുന്നു. അപ്പോൾ പോലീസുകാർ ഇനി ആ ലൊക്കാലിറ്റിയിൽ അവരെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതിൽ 1-2 പേരും കൂടെയാണ് ബാക്കിയുള്ളത്. അതിലൊരാൾ ഈ പറഞ്ഞ പോലെ അപ്പുപിള്ള എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ അങ്ങനെ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ പോലും അതിൻ്റെ ജോണർ ഇതാണ്. ഇത് ഇന്റർവൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോഴും ഒന്നുമില്ല. ഇന്റർവെൽ പോയിട്ട് അടുത്ത സീൻ പോലും ഇല്ല. ഇന്റർവെൽ ബ്ലോക്ക് ഒരു സീൻ കഴിയുമ്പോൾ മാത്രമാണ് അടുത്ത സീൻ ഉള്ളത്. ചിലപ്പോൾ അത് 2-3 സീൻ എഴുതി പോകുമ്പോൾ പെട്ടെന്ന് ഒരു അടുത്തൊരു 2-3 സീനുകളും കൂടെ വരേണ്ട കണ്ടന്റ് ചിലപ്പോൾ മനസ്സിൽ കൂടെ ഓടുകയായിരിക്കും. പക്ഷെ അതങ്ങനെ ഫേമായിട്ട് എവിടെയും കുറിച്ചിടുമോ അങ്ങനെയൊന്നും ചിലപ്പോൾ ചെയ്യില്ല. കാരണം നമ്മൾ കുറിച്ചിട്ട് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ സെക്കൻഡ് ഹാഫിലത് ഇങ്ങനെ ഒരു സീൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് എഴുതുമ്പോൾ തോന്നിയിട്ട് അത് കുറിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മൾ എഴുതി ആ പോയിന്റിലേക്ക് മുട്ടിക്കാനായിരിക്കും നോക്കുക. ഇല്ലെങ്കിൽ ആ എഴുതിപ്പോയ സീൻ ഇതിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഡെസ്പറേറ്റ്ലി നോക്കുക. അങ്ങനെ അല്ലാതെ ഒരു ഓർഗാനിക് ഫ്ലോയിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഐഡിയ തോന്നിയാൽ അത് മനസ്സിൽ വയ്ക്കും, കുറിച്ചിടുകയും ചെയ്യില്ല. എഴുതി പോകുന്ന ഒരു ഓർഗാനിക് ഡെവലപ്മെൻറ്റിൽ ഏത് റൂട്ടിൽ പോകുന്നോ ആ റൂട്ടിൽ പോകട്ടെ. ഞാൻ പറഞ്ഞില്ല, കുരങ്ങ് എലമെന്റ് പോലും ആ സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നോ, ഇതിലൊട്ടും ഇല്ലായിരുന്നോ. ലാസ്റ്റ് എന്നല്ല, 5-ാമത്തെ 6-ാമത്തെ സീനിലെങ്ങാണ്ട് അപർണ പറമ്പിലിറങ്ങിയിട്ട് എന്തൊരു ക്യൂരിയസ് ഒബ്ജക്റ്റ് കാണുന്നു എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുന്നു. അന്ന് വരെ എഴുതി കഴിഞ്ഞ ശേഷമാണ് എന്ത് ഒബ്ജക്റ്റ് നോക്കിയിട്ടാണ് കണ്ടിട്ടായിരിക്കണം അവൾ തിരിഞ്ഞ് സർപ്രൈസ്ഡ് ആകുന്നത്. അതൊരു ഭംഗിയുള്ള പൂവുണ്ടെന്നോ അല്ലെങ്കിൽ വളരെ ഭംഗിയുള്ള ഒരു പക്ഷി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർപ്രൈസ് അല്ല. എന്നാൽ ആ ഒരു എൻവയൺമെൻറ്റിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആയിരിക്കണം അവൾ കാണേണ്ടത്, അപർണ ക്യാരക്ടർ. അപ്പോൾ ആ എലമെൻറ്റിന് ചേരാത്തൊരു സാധനം എന്തായിരിക്കും എന്നുള്ളതിൽ ആലോചിക്കുമ്പോൾ ഓക്കെ, ഒരു പഴയ ട്രാൻസിസ്റ്റർ റേഡിയോ ആണെങ്കിലോ, അപ്പോൾ അവൾക്ക് ഇത്രയോ ഹൈറ്റിലൊരു ട്രാൻസിസ്റ്റർ റേഡിയോ ആ മരത്തിൻ്റെ കയ്യിൽ വരാനുള്ള യാതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു സാധ്യതയുമില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു. കൂടെ തന്നെ അതിൻ്റെ കാരണം ഞാൻ കണ്ടെത്തണം, എങ്ങനെ റേഡിയോയിൽ വന്നിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആ സീൻ ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന ലെഫ്റ്റ് സൈഡിൽ എഴുതുന്ന ഡിസ്ക്രിപ്ഷൻ്റെ കൂട്ടത്തിൽ വലിയ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളൊരു പറമ്പാണ്, തൊട്ടടുത്ത് തന്നെ റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, കാടിന് സമാനമായ അന്തരീക്ഷമാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷമാണെങ്കിൽ അവിടെ കുരങ്ങൾക്ക് പ്രോക്സിമിറ്റി ഉള്ളൊരു അല്ലെങ്കിൽ കുരങ്ങുകളുടെ ഒരു ഡോമിനൻസ് ഇല്ലായിരുന്നു. അപ്പോൾ കുരങ്ങുകളുള്ളൊരു സ്ഥലമാണെങ്കിൽ ഇത് ഇവിടെ എത്തുന്നതിനൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ആവാമല്ലോ എന്നുള്ള ഇതില്ല. അങ്ങനെയാണ് കുരങ്ങ് പോലും സ്ക്രിപ്റ്റിലേക്ക് വരുന്നത്. പിന്നെ ലേറ്റർ ആ കുരങ്ങ് എന്നുള്ളത് സ്ക്രിപ്റ്റ് നരേറ്റീവിലത്തെ പല ഇൻസിഡൻസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ക്യൂരിയസ് കേസ് ഓഫ് അപ്പുപിള്ള എനിവേ പടത്തിനിട്ട ടൈറ്റിലല്ല, അത് വർക്കിംഗ് ടൈറ്റിലായിട്ട് സ്ക്രിപ്റ്റിന് അൺടൈറ്റിൽഡ് എന്ന് വെച്ചിട്ട് ഫസ്റ്റ് പേജ് അടിക്കുന്നത്, എന്നിട്ട് ആർക്കെങ്കിലും വായിക്കാൻ കൊടുക്കുന്നതിലൊരു ഒരു തൃപ്തിക്കുറവുണ്ട്. അപ്പോൾ ഫോർ നെയിം സേക്ക് എന്തെങ്കിലും ഒരു റാൻഡം പേര് എന്നുള്ള രീതിയിൽ അത് എഴുതി വെച്ചെന്നേ ഉള്ളൂ. പിന്നെ ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് നമ്മൾ ഫൈനൽ ടൈറ്റിലേക്ക് എത്തുന്നത്.